ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. OET സ്പീക്കിങ്ങിലെ വാമപ്പ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഈ വാമപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളൊരു 8 ക്വസ്റ്റ്യനോളം അതിൽ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാമപ്പ് ക്വസ്റ്റ്യനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. വാമപ്പ് ക്വസ്റ്റ്യൻസിന് OET സ്പ്രിംഗിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്. കാരണം അവരത് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, മാർക്കില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ നമ്മുടെ ഇവാലുവേറ്ററിന് കൊടുക്കുന്നൊരു ഫസ്റ്റ് ഇംപ്രഷനാണല്ലേ വാമപ്പ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വാമപ്പ് ക്വസ്റ്റ്യൻസ് സംസാരിച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നമ്മുടെ 2 റോൾ പ്ലേ കാർഡ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുവാനും നല്ല രീതിയിൽ നമ്മൾ ആദ്യത്തെ വാമപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുവാനും അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർ വാമപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാവർക്കും ഒരേപോലെ എബിലിറ്റി അല്ലല്ലോ. അപ്പോൾ നമുക്കത് കോമൺ ആയിട്ട് മിക്കവാറും തന്നെ എല്ലാ എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് സെയിം വാമപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ നമുക്ക് നെറ്റിലും എല്ലായിടത്തും ഉണ്ട്, അത് നോക്കി നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഇപ്പോൾ റുട്ടീൻ ഡേ ആസ് എ നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടേതായ ഡേ ഇൻ മൈ ഡ്യൂട്ടി ഡേ, അതുപോലെ തന്നെ നമ്മുടേതായ രീതിയിൽ നമുക്ക് എഴുതി വെച്ച് അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചും പെർഫോം ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നോട്ട്സും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇവിടെ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അതിൻ്റെ ആൻസർ എങ്ങനെയാണ്? മൈ നെയിം ഈസ് മെറിൻ രാജു. ബേസിക്കലി ഐ ആം ഫ്രം ഇന്ത്യ. കറൻ്റ്ലി ഐ ആം വർക്കിംഗ് ഇൻ സൗദി അറേബ്യ ആസ് എ രജിസ്റ്റേർഡ് നഴ്സ്. മൈ ഫാമിലി ഇൻക്ലൂഡ്സ് ഹസ്ബൻഡ്, മദർ ആൻഡ് 2 children. ഇൻസ്റ്റെഡ് ഓഫ് മൈ നെയിം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്നാണ്, കറൻ്റ്ലി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ പറയാവുന്നതാണ്. ഞാൻ എങ്ങനെയാണ് ആൻസർ ചെയ്തത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെൽ മീ അബൌട്ട് യുവർ പ്രൊഫഷൻ. നമ്മുടെ പ്രൊഫഷനെ കുറിച്ച് പറയാൻ ഇത് മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഞാൻ ആൻസർ ചെയ്ത് എങ്ങനെയാണ്? ഐ എം എ നഴ്സ് ബൈ പ്രൊഫഷൻ. ഐ കംപ്ലീറ്റഡ് മൈ BSc നഴ്സിംഗ് ഫ്രം Dr. NTR University. After my course, I worked at Yashoda Super Speciality Hospital for 2 years. Currently, I work as a theatre nurse in Saudi Arabia. അത് നിങ്ങൾക്ക് നിങ്ങളേത് യൂണിവേഴ്സിറ്റിയിൽ ഈ ക്വസ്റ്റിന് ഇപ്പം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് എവിടെ വർക്ക് ചെയ്തിരുന്നു, കറൻ്റ്ലി എവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആൻസർ ചെയ്യാം. നിങ്ങളുടെ കോളേജിൻ്റെ പേരും ഇതെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, why you choose nursing? First of all, it was my childhood dream to become a nurse because nursing is a noble profession and its worldwide opportunities also attracted me, through which I can provide a complete quality and comprehensive care to the people. ഇതും മിക്കവാറും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, why you choose OET? I choose OET because it is mandatory to complete any English-speaking test to work as a registered nurse in any English-speaking country. Also, occupational English test is related to my profession, so I believe I can achieve my dream by completing this exam. ഇതും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, OET ചൂസ് ചെയ്യാനുള്ള റീസൺ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കറന്റ് ട്രെൻഡ്സ് ഇൻ യുവർ പ്രൊഫഷൻ? അതിൻ്റെ ആൻസർ എങ്ങനെയാണ്? ദർ ആർ സോ മെനി ട്രെൻഡ്സ് ഇൻ നഴ്സിംഗ്. റോബോട്ടിക് സർജറി, നേവിഗേഷൻ സർജറി, സ്റ്റെം സെൽ കളക്ഷൻ ആൻഡ് ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റേഷൻ ആർ ഫ്യൂ ഓഫ് ദം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് OET സ്പീക്കിംഗ് വാമപ്പിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പാർട്ട് 1ലും ഇതുപോലെ തന്നെ ഒരു 8 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കാണണം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്ന് ചെയ്തേക്കാം. എല്ലാവരും അത് ചെക്കൗട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.